ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ ബങ്കർ ബസ്റ്റർ ബോംബ് US പ്രയോഗിച്ചത് വലിയ വാർത്തയായിരുന്നു. മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ എന്നറിയപ്പെടുന്ന GBU-57A എന്ന ബോംബാണ് US ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ വർഷിച്ചത്. അതിന്റെ ഫലപ്രാപ്തിയെപ്പറ്റി സംശയങ്ങളുണ്ടെങ്കിലും ഇത്തരം തന്ത്രപ്രധാനമായ ആയുധങ്ങൾ കൈവശമുള്ളത് US-ന് വലിയൊരു മുതൽക്കൂട്ടാണ്. എന്നാൽ ഇത്തരത്തിലൊരു ആയുധം ഇന്ത്യയുടെ പക്കൽ ഇല്ല. ഭീമാകാരമായ വലിപ്പവും ഭാരവുമുള്ള ഇത്തരം ബോംബുകൾ വഹിക്കാനുള്ള യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ പക്കലില്ല എന്നുള്ളതാണ് സത്യം. അതേസമയം ഇത്തരം ആയുധങ്ങളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ മറ്റൊരു സുരക്ഷിതമായ മാർഗമുണ്ട്. മിസൈലുകൾ വഴി ഇത്തരം ആയുധങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്നതാണ് അത്. ശക്തമായ കോൺക്രീറ്റ് കവചങ്ങളെ മറികടന്ന് തുളഞ്ഞിറങ്ങി ടണലുകൾക്കുള്ളിലും ബങ്കറുകൾക്കുള്ളിലും തന്ത്രപ്രധാനമായ ഭൂഗർഭ താവളങ്ങളും കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തുക എന്ന ഉദ്ദേശത്തിലാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കുക. സാധാരണഗതിയിൽ ബോംബുകൾ പ്രയോഗിക്കുക അതിനായി തന്നെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ബോംബർ യുദ്ധവിമാനങ്ങളിൽ നിന്നാണ്. നിലവിൽ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുടെ ബോംബർ കൈവശമുള്ള ഏക രാജ്യം US ആണ്. ലോകത്തെ ഏത് ഭൂഖണ്ഡങ്ങളിലും ചെന്ന് ആക്രമണം നടത്താൻ US ബോംബർ വിമാനങ്ങൾക്ക് സാധിക്കും. നിലവിൽ ഇന്ത്യക്ക് ഇത്തരത്തിലൊരു വിമാനം ഇല്ല. വിദൂര പ്രദേശങ്ങളിലേക്ക് ആക്രമണം നടത്താൻ മിസൈലുകളെയാണ് ഇന്ത്യക്ക് ആശ്രയിക്കാനാവുക. നിലവിൽ ഇന്ത്യയുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായ അഗ്നി 5-നെ പരിഷ്കരിച്ച് ബങ്കർ ബസ്റ്റർ പോർമുന വഹിക്കുന്ന മിസൈൽ വികസിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. പുതിയ അഗ്നി മിസൈലിന് 7500 കിലോയോളം ഭാരമുള്ള പോർമുന വഹിക്കാനാകും. പേലോഡിന്റെ ഭാരം കൂടുന്നത് കൊണ്ട് തന്നെ മിസൈലിന്റെ പ്രഹര പരിധി അല്പം കുറയും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. നിലവിൽ അഗ്നി 5 മിസൈലിന് 5000 കിലോമീറ്ററിനപ്പുറം വരെ ആക്രമണം നടത്താൻ സാധിക്കും. എന്നാൽ പുതിയ മിസൈലിന് പരമാവധി 2500 കിലോമീറ്റർ ദൂരെ വരെ മാത്രമേ ആക്രമണം നടത്താനാകൂ. കൃത്യമായ സ്ഥലത്ത് കൂടുതൽ ആഘാതമുണ്ടാക്കുന്ന ആയുധം വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് അഗ്നി മിസൈലിന്റെ പുതിയ പതിപ്പൊരുങ്ങുക. ഇന്ത്യയുടെ ഏറ്റവും അടുത്തുള്ള പാകിസ്ഥാനിലെയും ചൈനയിലെയും തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങൾ തകർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ആയുധങ്ങളിൽ ഒന്നാണ് അഗ്നി 5 മിസൈൽ. കൃത്യത, അത്യാധുനിക ഗതിനിർണയ സംവിധാനം, കാനിസ്റ്ററിൽ നിന്ന് ലോഞ്ച് ചെയ്യാൻ സാധിക്കും തുടങ്ങിയ സവിശേഷതകളുള്ള മിസൈലാണിത്. ശത്രുക്കളുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ, തന്ത്രപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങൾ, അതിസുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള സൈനിക കേന്ദ്രങ്ങൾ തുടങ്ങിയവ ആക്രമിക്കാനാണ് പുതിയ മിസൈൽ വികസിപ്പിക്കുന്നത്. ഒരു ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിയായി ആദ്യം തന്നെ ശത്രുവിന്റെ സുരക്ഷിതമായ കേന്ദ്രം തന്നെ തകർക്കുക എന്നതാണ് ലക്ഷ്യം. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ പോലെ മിക്ക രാജ്യങ്ങളും അവരുടെ തന്ത്രപ്രധാനമായ നിർമ്മിതികൾ ഭൂനിരപ്പിന് അടിയിലാകും സ്ഥാപിക്കുക. ഇത്തരം കേന്ദ്രങ്ങളിൽ സാധാരണ ബോംബുകൾക്കും മിസൈലുകൾക്കും നാശമുണ്ടാക്കാൻ ആകില്ല. ഇന്ത്യക്ക് അതിനും സാധിക്കുമെന്ന് ലോകത്തെ അറിയിക്കുകയാണ് ലക്ഷ്യം. ഭൂമിക്കടിയിൽ 80 മുതൽ 100 മീറ്റർ വരെ ആഴത്തിലേക്ക് തുളഞ്ഞിറങ്ങി അകത്തു കടന്ന് സ്ഫോടനം നടത്തുന്ന പോർമുനയാണ് മിസൈലിന് ഉണ്ടാകുക. മിസൈൽ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഭൂമിക്കടിയിൽ സ്ഥാപിച്ചിട്ടുള്ള സൈനിക കേന്ദ്രങ്ങൾ ഉൾപ്പെടെ തകർക്കുക എന്നതാണ് മിസൈലിന്റെ ഉദ്ദേശം. ലക്ഷ്യത്തിന് ഒരു നിശ്ചിത ഉയരത്തിൽ വെച്ച് പൊട്ടിത്തെറിക്കുന്ന എയർബസ്റ്റ് സംവിധാനമുള്ള മിസൈലിന്റെ പോർമുനയും വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന മിസൈലിൽ നിന്ന് പുറത്തു വരുന്ന ചെറിയ മൂർച്ചയേറിയ ശകലങ്ങൾ അതിവേഗത്തിൽ സമീപത്തുള്ള മിലിറ്ററി വാഹനങ്ങൾ, വ്യോമതാവളങ്ങൾ, തന്ത്രപ്രധാനമായ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് കാര്യമായ നാശമുണ്ടാക്കും. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.